വിജയമന്ത്രങ്ങൾ. ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം ബന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് NVBS ദോഹ, ഖത്തർ. അധ്യായം 294. ജീവിതാനുഭവങ്ങളെ പ്രചോദനങ്ങളാക്കി മാറ്റുക. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോകുന്നത്. അതിൽ ചിലത് സന്തോഷകരവും ഉല്ലാസഭരിതവുമാകുമ്പോൾ മറ്റു ചിലത് കഠിനവും സന്താപകരവുമാകാം. എന്നാൽ അതെല്ലാം നമുക്ക് മുന്നോട്ടു പോകാനുള്ള ഊർജമാകുമ്പോഴാണ് നാം വിജയപാതയിലേക്ക് നീങ്ങുക. പ്രതിസന്ധികളെ സാധ്യതകളാക്കി മാറ്റാനുള്ള കഴിവാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം. ഓരോ തകർച്ചയും ഒരു പുതിയ മാർഗത്തിൻ്റെയും നൂതന ചിന്താഗതിയുടെയും അവസരമാകണം. ജീവിതത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നമ്മെ ശക്തരാക്കുകയും അതിൽ നിന്നുള്ള പാഠങ്ങൾ പുരോഗതിയിലേക്ക് നയിക്കുകയും വേണം. വൈവിധ്യമാർന്ന ജീവിതാനുഭവങ്ങളിലൂടെയാണ് മാനവ സമൂഹം വളർച്ചാ വികാസം കൈവരിച്ചതെന്നാണ് ചരിത്രം. ഇരുളും വെളിച്ചവുമുള്ള സംഭവ വികാസങ്ങളുടെ നൈരന്തര്യം പലതും പഠിക്കാനും പകർത്താനും അവസരം നൽകും. പലരും നടന്ന വഴികളും അനുഭവിച്ച പ്രതിസന്ധികളുമൊക്കെ മറ്റുള്ളവർക്ക് വഴികാട്ടിയാകുമ്പോൾ സമൂഹം കൂടുതൽ ക്രിയാത്മകമാകും. ജീവിതാനുഭവങ്ങളെ എഴുതിവെക്കുക വഴി പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വികാരങ്ങളിലൂടെ സമൂഹത്തെ പ്രചോദിപ്പിച്ചതിനാലാണ് ആൻ ഫ്രാങ്കിന്റെ കഥ ചരിത്രത്തിൽ ശ്രദ്ധേയമാകുന്നത്. ലോകത്തെ അനേകം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എന്ന ഗ്രന്ഥം ഇന്നും തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണ്. യുദ്ധത്തിന്റെ ഭീകരതയും കെടുതികളും ആൻ ഫ്രാങ്ക് എന്ന കൗമാരക്കാരിയുടെ ശക്തമായ വാക്കുകൾക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞപ്പോൾ ഹിറ്റ്ലറെ തോൽപ്പിച്ച പെൺകുട്ടി എന്നാണ് ആൻ അറിയപ്പെട്ടത്. ലോകത്തെ കോടിക്കണക്കിന് കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയുക വഴി യുദ്ധത്തിനും വംശവെറിക്കുമെതിരെ ഒരു ചെറുത്തുനിൽപ്പും പ്രതീക്ഷയും നൽകി എന്നതാണ് ആൻ ഫ്രാങ്ക് തൻ്റെ ജീവിതത്തിലൂടെ സാക്ഷാത്കരിച്ചത്. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാന കാലമാണ്. നാസി പട്ടാളം ജർമ്മനിയിലെ ജൂതന്മാരെ വേട്ടയാടുന്നു. തങ്ങൾ പിടിക്കപ്പെടുമോ എന്ന ഭയം കാരണം ജൂതന്മാർ കൂട്ടത്തോടെ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആൻ ഫ്രാങ്ക് ജനിക്കുന്നത്. നാസികളെ ഭയന്ന് ഫ്രാങ്ക് കുടുംബം ഹോളണ്ടിലേക്ക് കുടിയേറി. എന്നാൽ അധികം വൈകാതെ നാസി പട്ടാളം ഹോളണ്ട് കീഴടക്കി. ഫ്രാങ്ക് കുടുംബം അറസ്റ്റ് ചെയ്യപ്പെട്ടു. താമസിയാതെ അവർ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയക്കപ്പെട്ടു. ജീവിതം ദുരന്തങ്ങളുടെ തുടർക്കഥയായപ്പോൾ അവ സമ്മാനിച്ച പാഠങ്ങൾ സമൂഹത്തിന് വഴിവിളക്കുകളായി. വളരെ ചെറുപ്പം മുതൽ ഡയറി എഴുതുന്നത് ശീലമാക്കിയിരുന്ന ആൻ ഫ്രാങ്ക് ഈ കാലമത്രയും തങ്ങൾ കടന്നുപോകുന്ന ജീവിതത്തെ മുഴുവൻ നോട്ട് പുസ്തകങ്ങളിൽ എഴുതി നിറച്ചിരുന്നു. യുദ്ധത്തെപ്പറ്റിയും സ്വന്തം ജീവിതത്തെപ്പറ്റിയും ഒരു കൗമാരക്കാരിയായിരുന്ന പെൺകുട്ടിക്കുണ്ടായിരുന്ന ഉൾക്കാഴ്ച ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. ചുറ്റുമുള്ളതെല്ലാം ആനിന് തൻ്റെ ഡയറിയിലേക്കുള്ള വിഷയങ്ങളായിരുന്നു. യൂറോപ്പിൽ യുദ്ധം വിതച്ച യാതനകൾക്ക് ഒരു പരിഹാരമെന്ന പോലെയായിരുന്നു ആനിൻ്റെ എഴുത്തുകളെ പിൽക്കാലത്ത് ലോകം സ്വീകരിച്ചത്. ഈ സന്തോഷങ്ങൾക്കൊന്നും കാത്തുനിൽക്കാതെ തടവറയിൽ ടൈഫസ് ബാധിച്ച് ആൻ ഫ്രാങ്ക് യാത്ര പറഞ്ഞു പോയെങ്കിലും ലോകം പിന്നീട് ഈ ചെറിയ പെൺകുട്ടിയുടെ വാക്കുകൾ ഏറ്റെടുത്തു. ഇന്നും ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ ലോകം വായിക്കുന്നുവെന്നത് സാമൂഹ്യ പരിവർത്തനത്തിൽ ചിന്തയുടെ പ്രസക്തി അടയാളപ്പെടുത്തുന്നതാണ്. ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലത്തെ കടുത്ത ഏകാന്തതയാണ് ആനിനെ ഡയറി എഴുതാൻ പ്രേരിപ്പിച്ചത്. ലോകത്തിൽ നിന്നും ഒളിച്ചു താമസിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ജീവിതത്തെപ്പറ്റിയുള്ള പ്രതീക്ഷകളായിരുന്നു. ഏകാന്തത ഒരിക്കലും ഒറ്റപ്പെടലല്ല, അവ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഇന്ധനങ്ങളാണ് മിക്കപ്പോഴും. ഈ സാമൂഹിക ബോധവും ഉത്തരവാദിത്വവും ഏറെ പ്രധാനമാണെന്ന കാര്യവും ആൻ ഫ്രാങ്കിന്റെ ജീവിതം ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും സമൂഹത്തിൻ്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും കാരണമാവുകയും തലമുറകൾക്ക് പ്രചോദനമാവുകയും ചെയ്യണമെങ്കിൽ ജീവിതത്തെ പോസിറ്റീവായി നോക്കിക്കാണാനും പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാനുമുള്ള മൈൻഡ് സെറ്റ് വളർത്തുകയും വേണം. ജീവിതാനുഭവങ്ങളെ പ്രചോദനങ്ങളാക്കി മാറ്റുമ്പോൾ വിജയപാത അനായാസമാകും. പരാജയം പഠനമാക്കുക. പരാജയങ്ങളിൽ നിന്ന് കാരണമെന്തെന്ന് പഠിക്കുകയും അത് വരാനിടയായ തെറ്റുകൾ തിരുത്തുകയും ചെയ്യുക. നല്ല ഉദ്ദീപനങ്ങൾ തേടുക. ആത്മീയത, പാഠപുസ്തകങ്ങൾ, വിജയം കൈവരിച്ചവരുടെ അനുഭവങ്ങൾ എന്നിവയിൽ നിന്ന് പ്രചോദനം സ്വീകരിക്കുക. സഹനശക്തി വികസിപ്പിക്കുക. ഓരോ പ്രശ്നത്തെയും തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസം നേടുക. നേട്ടങ്ങളെ തിരിഞ്ഞു നോക്കുക. ചെറുതും വലുതുമായ നേട്ടങ്ങൾ സ്വയം വിലയിരുത്തുകയും അവയിൽ നിന്ന് ഉല്ലാസം കണ്ടെത്തുകയും ചെയ്യുക. സർഗാത്മകത വികസിപ്പിക്കുക. ഓരോ ബുദ്ധിമുട്ടിനും പുതിയ പരിഹാരങ്ങൾ ആവിഷ്കരിക്കാൻ പഠിക്കുക. ജീവിതത്തിലെ ഓരോ അനുഭവവും ഒരു നക്ഷത്രമായി മാറ്റിയെടുക്കുമ്പോഴാണ് നമുക്ക് ഉജ്ജ്വലമായൊരു ഭാവി സൃഷ്ടിക്കുവാൻ കഴിയുക.
വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 009745552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.